കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന മുനമ്പം ഭൂമി പ്രശ്നം വീണ്ടും സജീവമാകുന്നു. തർക്കത്തിലിരിക്കുന്ന 404 ഏക്കർ ഭൂമി കേന്ദ്ര സർക്കാരിന്റെ ഉമ്മീദ് പോർട്ടലിൽ സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ദശാബ്ദങ്ങളായി മുനമ്പത്ത് താമസിക്കുന്ന 600ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ നടപടിക്കെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിന്റെ വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മുനമ്പം പ്രദേശത്തെ 404 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന നിയമപരമായതും സാമൂഹികമായതുമായ ഒരു വലിയ പ്രതിസന്ധിയാണ് മുനമ്പം ഭൂമി പ്രശ്നം. ചരിത്രപരമായ രേഖകൾ പ്രകാരം 1902 തിരുവിതാംകൂർ രാജാവിൽ നിന്നും പാട്ടത്തിന് എടുത്ത ഈ ഭൂമി പിന്നീട് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിന് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു. എന്നാൽ 1950ഓടെ ഈ ഭൂമി വഖഫ് സ്വത്തായി മാറിയെന്ന് വഖഫ് ബോർഡ് അവകാശപ്പെടാൻ തുടങ്ങിയതോടെയാണ് തർക്കങ്ങളുടെ തുടക്കം. ഈ അവകാശവാദത്തെ മുനമ്പത്തെ പ്രദേശവാസികൾ പൂർണ്ണമായും എതിർക്കുകയും തങ്ങളുടെ കൈവശമുള്ള ഭൂമിക്ക് നിയമപരമായ ആധാരങ്ങളും കൃത്യമായ രേഖകളും ഉണ്ടെന്നും വാദിക്കുകയും ചെയ്യുന്നു. 1988 പ്രദേശവാസികൾ ഈ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണെന്നും തലമുറകളായി ഇവിടെ താമസിച്ച് കൃഷിയും മത്സ്യബന്ധനവും ഉപജീവന മാർഗമാക്കിയ തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നീതിരഹിതമാണെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ദശാബ്ദങ്ങളായി ഈ ഭൂമിയിൽ താമസിക്കുന്ന 600ഓളം കുടുംബങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഈ വിഷയം നിലവിൽ കേരള ഹൈക്കോടതിയുടെയും വഖഫ് ട്രൈബ്യൂണലിന്റെയും പരിഗണനയിലുള്ള ഒരു സങ്കീർണമായ നിയമ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമ തീർപ്പ് വരാനിരിക്കെയാണ് ഈ ഭൂമി കേന്ദ്ര സർക്കാരിന്റെ ഉമ്മീദ് പോർട്ടലിൽ വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തത്. ഈ നടപടി പ്രദേശവാസികൾക്കിടയിൽ വലിയ ആശങ്കയും പ്രതിഷേധവും ഉയർത്തുകയും നീണ്ട നിയമ പോരാട്ടങ്ങൾക്കിടയിലും തങ്ങളുടെ ജീവിതം അനിശ്ചിതത്വത്തിലാണെന്ന ബോധം അവരിൽ ശക്തമാവുകയും ചെയ്തിരിക്കുന്നു. ഇതിനെ തുടർന്ന് വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ആരംഭിച്ച യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് പോർട്ടൽ വഖഫ് സ്വത്തുക്കളുടെ ഡിജിറ്റൽ രജിസ്ട്രേഷനും നിരീക്ഷണത്തിനുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ 90% വഖഫ് സ്വത്തുകളും ഇതിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഈ നടപടിയുടെ ഭാഗമായാണ് മുനമ്പത്തെ ഭൂമിയും വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തത്. ചെയർമാൻ KS ഹംസയുടെ അഭിപ്രായത്തിൽ തർക്കമുണ്ടെങ്കിലും ബോർഡ് വഖഫ് സ്വത്തായി കരുതുന്ന എല്ലാ ഭൂമിയും സുരക്ഷയ്ക്കായി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു സാങ്കേതിക നടപടി മാത്രമാണെന്നും കോടതി ഉത്തരവ് വരുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരുമെന്നുമാണ് ഔദ്യോഗിക പക്ഷം. ഈ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. മുനമ്പത്തെ വഖഫ് കുറ്റികൾ അറബിക്കടലിൽ എറിയണമെന്ന് ആഹ്വാനം ചെയ്ത മുഖപ്രസംഗം സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും നിലപാടുകളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. തർക്കഭൂമിയിൽ കുടുംബങ്ങൾ താമസിക്കുമ്പോൾ ബോർഡ് സ്ഥിരീകരിച്ച നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ദീപിക ആരോപിക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ആയുധമാക്കുകയാണ്. മുനമ്പം നിവാസികൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫ് സ്വത്തായി ഉമ്മീദ് പോർട്ടലിൽ രേഖപ്പെടുത്തിയതോടെ മുനമ്പത്തെ പ്രദേശവാസികൾ കനത്ത അനിശ്ചിതത്വത്തിലുമാണ്. ഭൂമി വഖഫ് ബോർഡിന്റെ പരിധിയിലാണെന്ന തരത്തിലുള്ള സർക്കാർ രേഖകളിലെ ഈ മാറ്റം പ്രദേശവാസികളെ പലതരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളിലേക്കും എത്തിച്ചിരിക്കുന്നു. തങ്ങളുടെ ഭൂമിയിൽ യാതൊരുവിധ കൈമാറ്റങ്ങളോ വസ്തു ഇടപെടലുകളോ നടത്താനോ ബാങ്കുകളിൽ നിന്ന് വായ്പകൾ ലഭ്യമാക്കാനോ വീട് പുതുക്കി പണിയാനോ പോലും സാധിക്കാത്ത വിധം നിയമക്കുരുക്കുകൾ മുറുകിയ അവസ്ഥയിലാണ് ഇവർ. തലമുറകളായി കൃഷിയും മത്സ്യബന്ധനവും നടത്തിയും നിയമപരമായ ആധാരങ്ങളോടെയും ജീവിക്കുന്ന തങ്ങളെ അപ്രതീക്ഷിതമായി കുടിയൊഴിപ്പിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന ഭീതി ഇവർക്കിടയിൽ വ്യാപകമാണ്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ മുനമ്പത്തെ ഭാവി എന്താണെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. നിയമപരമായ പോരാട്ടങ്ങൾ കോടതികളിൽ സജീവമായി തുടരുമ്പോഴും അതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളും ശക്തമായ സാമൂഹിക പ്രതിഷേധങ്ങളും ദിവസേന മുനമ്പത്ത് വർദ്ധിച്ചു വരികയാണ്. ഒരു ശാശ്വത പരിഹാരത്തിനായി സർക്കാരിന്റെ അടിയന്തരവും ഫലപ്രദവുമായ ഇടപെടൽ ഇനി ഒട്ടും വൈകിക്കൂടാ എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിലവിൽ വഖഫ് ഭേദഗതി നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ നിയമങ്ങളുടെ വെളിച്ചത്തിൽ തങ്ങളുടെ ജീവനോപാധിയും വാസസ്ഥലവും സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുമോ എന്നും നീതിയുക്തമായ ഒരു അന്തിമ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുമോ എന്നുമാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്.
മുനമ്പം ഭൂമി വിഷയത്തിൽ ഉയരുന്ന പ്രതിഷേധങ്ങളും ആശങ്കകളും കണക്കിലെടുക്കുമ്പോൾ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ട് പതിറ്റാണ്ടുകളായി ഈ മണ്ണിൽ അധിവസിക്കുന്ന കുടുംബങ്ങളുടെ അവകാശവും ഉപജീവന മാർഗവും സംരക്ഷിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. വഖഫ് ഭേദഗതി നിയമങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ നിയമനിർമ്മാണങ്ങളുടെ പശ്ചാത്തലത്തിൽ നീതിപൂർവമായ ഒരു ഒത്തുതീർപ്പിലൂടെയോ നിയമപരമായ അന്തിമ തീർപ്പിലൂടെയോ മാത്രമേ ഈ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ ഇടപെടലുകൾക്കപ്പുറം മാനുഷിക പരിഗണനയോടെയുള്ള ഒരു തീരുമാനമാണ് മുനമ്പത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്.